നമ്മൾ വേർത്തു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണമായിട്ട് നല്ലോണം വേർത്തോണ്ട് ഈ വേർപ്പ് ഒരു വേർപ്പല്ല. അതെങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, ഉഷാറാണ്. ഊരാണോ തെരഞ്ഞെടുപ്പാണോ പ്രധാനം? രണ്ടും പ്രധാനപ്പെട്ടാണ്. ഒരു പൊടിക്ക് മേലെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉത്തരവാദിത്തമാണ്, ജനങ്ങളോടുള്ള ഉത്തരവാദിത്തമാണ്. പൂരെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അത് നമുക്ക് തെരഞ്ഞെടുപ്പ് 5 കൊല്ലം കൂടുമ്പോഴാണ് വരിക. പൂരം അവർ രണ്ടായിട്ട് തന്നെ കാണണം. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും ഉള്ള പോലെ എനിക്കും അതൊരു രക്തത്തിലലിഞ്ഞ കാര്യമാണല്ലോ. പിന്നെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അത് അതിൻ്റെതായ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് അവധിയാണോ? ഞാനടുത്ത വരിക്ക് പോകുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് നിർത്തി പോകുന്നതിന് മുമ്പ് ഇന്ന് പൂരത്തിൻ്റെ എല്ലാ ആഘോഷവും ഇന്ന് തീരും. ഞാൻ നേരത്തെ പറഞ്ഞത് 2 പൂരമായിട്ടാണ് ആളുകൾ വന്നിട്ടുള്ളത്. 26-ാം തീയതി ഞങ്ങൾ അവതരിപ്പിക്കുന്ന തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ 26-ാം തീയതിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു പേടിയില്ല. ഇത് വളരെ ഗംഭീരമായിട്ട് നടക്കണം, അതിലൊരു പേടിയില്ല. 2 ഗജവീരന്മാരും കൂടി അപ്പൊ അതിൽ അത് എന്തായാലും ജനങ്ങളുടെ ഇഷ്ടത്തിന് നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. അപ്പൊ പറഞ്ഞ പോലെ ഇന്നത്തെ ഇതിൽ നമുക്ക് ആളുകളോട് വോട്ട് ചോദിക്കുക എന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും തോന്നുന്നു അല്ലേ? പൂരപ്രേമി എന്ന നിലയ്ക്ക് ഇല്ല. ഇന്ന് ഫുള്ള് നമ്മൾ പൂരത്തിന് തൃശ്ശൂർക്കാർ മുഴുവൻ പൂരപ്പറമ്പിൽ വന്നിക്കുമ്പോൾ ഞാൻ നാട്ടിൽ പോയിട്ട് വല്ല കാര്യമില്ല. തൃശ്ശൂർക്കാരെല്ലാവരും പൂരപ്പറമ്പിലാവും, അല്ലെങ്കിൽ അതിൻ്റെ തിരക്കിലാവും. ആ ദിവസം നമ്മൾ പ്രചരണ പരിപാടിയായിട്ട് സാധാരണ ഞങ്ങൾ ആരും പോവില്ല. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് ഏത് ഇലക്ഷൻ കാലത്തും പൂരത്തിന് പൂരപ്പറമ്പിലുണ്ടാവുക എന്നുള്ളതൊരു അതൊരു വലിയൊരു സംഭവമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഈ പൂരപ്പറമ്പിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പൂരപ്പറമ്പിൽ സ്ഥിരം വരാറുണ്ട്. അത് നാട്ടുകാർക്കൊക്കെ അറിയാം നമ്മൾ തൃശ്ശൂർ പൂരപ്പറമ്പിൽ ഉണ്ടാവുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥിയാകുമ്പോൾ പിന്നെ നമ്മൾ നടക്കുമ്പോൾ പ്രത്യേകിച്ച് ഉണ്ടാവുമല്ലോ ഓട്ടോമാറ്റിക്. സ്ഥാനാർത്ഥിയായിട്ട് ചെല്ലുമ്പോഴും പൂരം കാണാൻ വരുമ്പോഴും ആളുകളുടെ സ്നേഹത്തിൽ എന്തെങ്കിലും വ്യത്യാസമോ കൂടുതലോ എന്തെങ്കിലും ഉണ്ടോ? ആള് കൂടുതൽ സ്നേഹം. എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവരുന്നു, പെട്ടിയോട്ട് വിളിക്കേണ്ട ആവശ്യമില്ല. ലിഷോയുടെ സ്റ്റോറി കണ്ടിരുന്നു നമ്മൾ. ആളുകളെ നമ്മൾ കൃഷി മന്ത്രിയായിരുന്ന കാരണവും ആളുകൾ ഇങ്ങനെ പച്ചക്കറികൾ, പഴക്കൊലകൾ, മാങ്ങ, അതുപോലെ നിരവധി സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ സമ്മാനമായിട്ട് തരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു പര്യടന പരിപാടി കഴിയുമ്പോഴേക്കും ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ നാട്ടുകാരെന്ത് ചെയ്യുന്ന വെച്ചാൽ അത് 2-3 അനാഥ മന്ദിരങ്ങളിൽ കൊണ്ടുകൊടുത്തു, പച്ചക്കറികൾ കൊടുത്തു. അതുപോലെ പരിപാടി ചെയ്യേണ്ടി വന്നപ്പോൾ അപ്പോൾ അതിനൊരു പരിപാടി ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ. ശരി, അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഒരുപാട് വേർക്കട്ടെ. ജൂൺ 4-ന് ആ വേർപ്പിലുള്ള ചിരി ആർക്കാണെന്ന് നമുക്കറിയില്ല. ഏതെങ്കിലും ഒരു ഗജവീരൻ അല്ലേ ചിഹ്നം വിളിക്കും. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. എല്ലാവിധ ആശംസകളും. ചിഹ്നം വിളിക്കലട തിടമ്പ് വയ്ക്കും. ചിഹ്നം വിളിക്കല്ല, തിടമ്പ് വയ്ക്കുന്നതാണ്. അപ്പോൾ കാണാം. ശരി, സന്തോഷം.